ആഭാലവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന അജാൻമലാമോക്ഷം, അതായത് സ്കന്ധം 8-ലാണത് കാണുന്നത്. ഏതായാലും അത് കുറച്ച് ഞാൻ പറയാൻ പോവുകയാണ്. പണ്ട് കന്യാകുബ്ജ് എന്നൊരു ദേശം ഉണ്ടായിരുന്നു. കന്യാകുബ്ജ എന്ന ദേശം. അവിടെ ഒരു അജാൻമളൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കരമായ വിഷ്ണുഭക്തൻ കൂടിയായിരുന്നു. ബ്രഹ്മത്വമുള്ളവൻ ബ്രാഹ്മണൻ എന്നാണ് പൊതുവെ പറയുക. അതുകൊണ്ട് എല്ലാം കൊണ്ടും ബ്രാഹ്മണത്വത്തിന് അർഹനായ ഒരു ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളത് 3 വിധം ആരാധനയാണ്. എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ ആരാധന, വന്ദനം, പ്രഭാതവന്ദനം, മധ്യാവന്ദനം, അത് കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യാവന്ദനം. ഇങ്ങനെ 3 വന്ദനങ്ങളാണ് ഉള്ളത്. ഈ 3 വന്ദനങ്ങളും അദ്ദേഹം സ്ഥിരമായി ചെയ്യുന്ന ആളായിരുന്നു. മാത്രമല്ല വളരെയധികം ദാനം ചെയ്യുന്ന ആളായിരുന്നു. ഭക്തനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തിനോ മനുഷ്യനോ ആഹാരം കൊടുക്കാതെ സ്വന്തമായി ആഹാരം കഴിക്കില്ല. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണൻ, എപ്പോഴും ദൈവത്തെ ആരാധിക്കും. അദ്ദേഹത്തിൻ്റെ പത്നിയും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ധർമ്മപത്നി അടക്കം അദ്ദേഹം അങ്ങനെ സുഖമായി ഈശ്വര ധ്യാനത്തിൽ മുഴുകി അങ്ങനെ സുഖമായി ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ഒരിക്കൽ എന്തോ സംഭവിച്ചു വെച്ചത്, അദ്ദേഹം ശമതയും ദർഭയും എടുക്കാൻ വേണ്ടി വനത്തിലേക്ക് പോയി. വനത്തിൽ വെച്ച് ഇങ്ങനെയൊക്കെ ശേഖരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, വളരെയധികം സുന്ദരിയായ സ്ത്രീ, എല്ലാം കൊണ്ടും സുന്ദരിയായ സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു. ഇത് കണ്ട ഉടനെ ഇദ്ദേഹത്തിന് അവളിൽ അനുകമ്പ തോന്നി. ഉടനെ പിന്തുടർന്നു. മന്മഥഭ്രാന്തിയാൽ അദ്ദേഹം അവളെ പിന്തുടർന്ന് കുറേ ദൂരം ചെന്ന ശേഷം അവളോട് ചോദിച്ചു, നീ ആരാണ്, എവിടെ നിന്നാണ് വന്നതൊക്കെ ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞു, ഞാൻ ഒരു രാത്രിയിൽ എല്ലാ പുരുഷന്മാരെയും സ്വീകരിച്ച് തൃപ്തിപ്പെടുത്തുന്ന ഒരു വേശ്യ സ്ത്രീയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ പിന്തുടരാൻ പാടില്ല. നിങ്ങൾ ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനായി കാണുന്നു. എൻ്റെ വിധി അങ്ങനെയായിപ്പോയി, എൻ്റെ ജീവിതം അങ്ങനെയായിപ്പോയി. ജീവിക്കാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബ്രാഹ്മണനാകട്ടെ അവളിൽ ഭ്രാന്തനെ പോലെ ആയിക്കഴിഞ്ഞു. മന്മഥഭ്രാന്തിയാൽ മയങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിച്ചു കഴിഞ്ഞു, നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അവൾ 3 കണ്ടീഷൻ വെച്ചു. എന്തൊക്കെയാണ്? 1, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. 2, മരണം വരെയും എന്നെ ഉപേക്ഷിക്കാൻ പാടില്ല. 3, ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കണം എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ അത് തയ്യാറായി. അങ്ങനെ അവളുടെ കൂടെ പോയി സ്വന്തം ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചു. അവിടെ പോയ ശേഷം രണ്ടുപേരും അങ്ങനെ സുഖമായിരിക്കുന്ന കാലത്ത് ഈ സ്ത്രീക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. മന്മഥലീലകൾ ചെയ്തു, പല മൃഗങ്ങളെ കൊന്നു, മാംസത്തിന് വേണ്ടി മൃഗങ്ങളെ കൊന്നു, ദിവസം ചെയ്യുന്ന സന്ധ്യാവന്ദനങ്ങളെല്ലാം മുടങ്ങി, ദൈവാരാധനകളെല്ലാം മുടങ്ങി. മൊത്തത്തിൽ ഈ വേശ്യാശ്രീ എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി. അദ്ദേഹം രാത്രികാലങ്ങളിൽ കളവ് കൂടിയും വീടുകൾ മോഷണം കൂടിയും അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷിമൃഗാദികളെ കൊന്നു, ജന്തുജീവികളെ കൊന്നു, മത്സ്യമാംസം തുടങ്ങി. ആ വർഷങ്ങളിൽ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. 4 പുത്രന്മാർ. അതിൽ ഏറ്റവും ഒടുവിലത്തെ പുത്രൻ്റെ പേരായിരുന്നു നാരായണൻ എന്നായിരുന്നു. ഇങ്ങനെ സുഖിച്ച അദ്ദേഹം കാലങ്ങൾ കുറേ കഴിഞ്ഞ് 88 വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ 88ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത്. 88ാമത്തെ ദിവസത്തിൽ അദ്ദേഹം രോഗപീഡിതനായി മരിക്കാൻ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ യമധർമ്മൻ
അദ്ദേഹത്തിന് മരണത്തിന് സമയമായി കഴിഞ്ഞു. യമധർമ്മൻ 4 കിങ്കരന്മാരെ അയച്ചു. അവർ കയ്യിൽ കയറും പോത്തും എല്ലാം കൂടി ചാട്ടയും എല്ലാം കൂടി വന്നു ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ തയ്യാറായി വന്നു. ഇവരുടെ രൂപം കണ്ടപ്പോൾ അദ്ദേഹം ഭയന്ന് വിറച്ചു. അങ്ങനത്തെ ദംഷ്ട്രങ്ങളെല്ലാം പുറത്തു വന്നു. കൈകളിൽ ചാട്ട, ഈ കയ്യിൽ പോത്ത്, ഇങ്ങനെ ഒരു രൂപം കണ്ട സമയത്ത് അവർ ഭയന്ന് വിറച്ച് നാരായണ എന്നെ രക്ഷിക്കൂ, നാരായണ എന്നെ രക്ഷിക്കൂ, നാരായണ എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവിടുന്ന് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാന്റെ വിഷ്ണുവാദന്മാർ 4 പേരെത്തി. ഉടനെ അവിടെ എത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കേണ്ട ബ്രാഹ്മണ, ഞാനുണ്ട്, ഞങ്ങളുണ്ട്, അജാമളൻ ഒട്ടും പേടിക്കണ്ട, ഞങ്ങളവിടെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഈ കിങ്കരന്മാർ, കാലൻ്റെ കിങ്കരന്മാർ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടോണം, അദ്ദേഹത്തിന് മൃത്യുവായിക്കഴിഞ്ഞു, എനിക്ക് കൊണ്ടുപോകണം എന്ന് അവർ പറഞ്ഞ സമയത്ത് ഇവരെ വിഷ്ണുവാദർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി, യമധർമ്മന് തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കണം. വിഷ്ണുവിൻ്റെ, നാരായണൻ്റെ പേര് വിളിക്കുന്നവരെ ആരും തൊട്ടുപോകാൻ അധികാരമില്ല, അതിൻ്റെ അധികാരം ഞങ്ങൾക്കാണ്, ഞങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഈ വിവരം യമധർമ്മനും കിട്ടി. യമധർമ്മൻ ഉടനെ വിചാരിച്ചു, നമുക്കെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, തീർച്ചയായിട്ടും വിഷ്ണു പാദർ വന്നിട്ടുണ്ടെങ്കിൽ വിഷ്ണു ഹരിനാമം ചെയ്യുന്നവരെയും നാരായണനെയും വിളിക്കുന്നവരെയും നമുക്ക് കൊണ്ടുപോകാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ വിട്ട്, അജാമളനെ അവിടെ വിട്ടിട്ട് അങ്ങനെ അവർ പോയി. അങ്ങനെ അജാമളൻ അതിനുശേഷം കുറേ കാലം ജീവിച്ചു. നാരായണ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്വർഗപ്രാപ്തി കിട്ടി. അവിടെ ഒരു സംശയമുണ്ട്, ഈ അവസാന കാലത്ത് നാരായണ വിളിച്ച് സ്വർഗപ്രാപ്തി കിട്ടുകയാണെങ്കിൽ പിന്നെ അതാണല്ലോ നല്ലത്, എന്ത് തോന്നിവാസമാണെങ്കിൽ കാട്ടാലോ എന്ന് ചിലവർ വിചാരിക്കും. അതല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹം ദുഷ്ടകർമ്മങ്ങൾ പിന്നീടാണ് ചെയ്യുന്നത്. ആദ്യം അധികം സൽക്കർമ്മങ്ങളാണ്, ദാനധർമാദികളും തനിക്ക് ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു. അതിൻ്റെ പുണ്യമാണ് അതൊക്കെ, അതിൻ്റെ പുണ്യമാണ് അവർ വന്നിരിക്കുന്നത്. ഇപ്പം ചെയ്ത പുണ്യത്തിനല്ല. അതുകൊണ്ട് നാരായണ എന്ന് വിളിച്ച സമയത്ത് നാരായണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിന് ഉദാഹരണമാണ് ഭക്തിയുണ്ട്. നിങ്ങൾ അറിയാതെ വിളിച്ചു പോയാലും ശരി, അറിഞ്ഞു വിളിച്ചു പോയാലും ശരി, നാരായണൻ നമ്മളെ രക്ഷിക്കും. സംശയിക്കേണ്ട, ശങ്കിക്കേണ്ട എന്ന് ഉദാഹരണമായി കാട്ടാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ വേദവ്യാസൻ ഈ അജാമളനെ മോക്ഷം കഴിഞ്ഞു. അങ്ങനെ അജാമളന് മോക്ഷം ഭഗവാൻ കൊടുക്കുന്നു. ഇത് കാട്ടാൻ പ്രധാനമായി കാരണം ഇത് തന്നെയാണ്. ഭക്തി ഉണ്ടെങ്കിൽ നാരായണനെ വിളിച്ചാൽ തീർച്ചയായും അവിടെ വരും. അതിന് ശങ്ക യാതൊരു സംശയമില്ല. അവസാനം വിളിച്ചാലും ശരി, ആദ്യം വിളിച്ചാലും ശരി. പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ സൽക്കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. ഭഗവാൻ രക്ഷിക്കും എന്നുള്ളതിന് ഒരു തെളിവാണത്. ഇനി എല്ലാവരും കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കലികാലത്തിൽ ഇതൊരു മാർഗമേ നമുക്കുള്ളൂ, രക്ഷയായിട്ട് വേറെ യാതൊരു മാർഗവുമില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിൽ എത്തിക്കാൻ നോക്കുക. നിങ്ങളുടെ വിലപിടിച്ച സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വർണ്ണനകൾ കുറയ്ക്കുന്നത്. വളരെയധികം വർണ്ണിച്ചിട്ടുണ്ട് അവിടെ, ഇനിയും വളരെയധികം വർണ്ണിക്കാനുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ കുറയ്ക്കാൻ കാരണം നിങ്ങളുടെ വിലപിടിച്ച സമയം നഷ്ടപ്പെടുത്തരുത്. കാരണം ഇതൊരു സപ്താഹവേദിയല്ല, ഒരു യൂട്യൂബിൽ പറയണം. നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നമസ്കാരം, നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മോ രക്ഷതി രക്ഷിതഃ.